MSC എൽസ കപ്പൽ അപകടത്തിൽ കപ്പൽ ജീവനക്കാരുടെയും മൊഴിയെടുക്കൽ തുടങ്ങി. പോലീസ് കേസെടുത്തതിന് പിന്നാലെയാണ് നടപടി. മൊഴിയെടുക്കൽ പൂർത്തിയാക്കാൻ കൂടുതൽ സമയമെടുക്കുമെന്ന് കോസ്റ്റൽ AIG പഥം സിംഗ് പറഞ്ഞു. നമ്മുടെ ടീം ഇത് സ്റ്റേറ്റ്മെൻറ്റ് എടുക്കാൻ വേണ്ടി ഇവിടെ ക്രൂ മെമ്പർ അവിടെ മാംഗ്ലൂർ എത്തിയിട്ടുണ്ടായിരുന്നു. അവിടെ സ്റ്റേറ്റ്മെൻറ്റ് എടുക്കാൻ വേണ്ടി പോയിരുന്നു. കേസ് സ്റ്റേറ്റ്മെൻറ്റ് നോക്കിയിട്ട് അറിയാൻ പറ്റും സ്റ്റേറ്റ് എടുക്കണോ ഇല്ല. സ്റ്റേറ്റ്മെൻറ്റ് അനുസരിച്ച് നമുക്ക് ചെയ്യാൻ പറ്റും. എടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇറ്റ് ഈസ് അണ്ടർ ഗോയിങ്. ദർ ആർ 24 പീപ്പിൾ. അങ്ങനെ ഒരു ദിവസം മതിയല്ലേ, കുറേ സമയം എടുക്കും. മാസ്റ്ററിൻ്റെ എടുത്തുകൊണ്ടിരിക്കാൻ പെൻഡിങ് ആണ്, കുറച്ച് പെൻഡിങ് ആണ്. കണ്ണൂർ തീരത്തിനടുത്ത് കപ്പലിന് തീപിടിച്ചുണ്ടായ അപകടത്തിൽ കേസെടുക്കാനുള്ള സാധ്യത പരിശോധിക്കുമെന്നും കോസ്റ്റൽ AIG പറഞ്ഞു. ശ്യാംകുമാർ വിവരങ്ങളുമായി. ശ്യാം, കപ്പൽ ജീവനക്കാർ ഉൾപ്പെടെ പ്രതിയാണ്. അത് ഇന്നലെയാണ് അത്തരത്തിലുള്ള വിശദാംശങ്ങളൊക്കെ സർക്കാർ ആ നടപടിയിലേക്ക് കടന്നതും ആ വിശദാംശങ്ങൾ പുറത്തു വന്നതും. ഇതൊരു വലിയ പ്രക്രിയയായി മാറുകയാണോ? അനുജ, ഇത് വലിയൊരു പ്രക്രിയ തന്നെയാണ്. കാരണം നിയമപ്രകാരം പൂർത്തീകരിക്കേണ്ട നടപടിക്രമങ്ങൾ അത് നിയമത്തിൽ പറഞ്ഞ രീതിയിൽ മാത്രമേ പൂർത്തീകരിക്കാൻ സാധിക്കൂ. സ്വാഭാവികമായും 24 പേരുടെ മൊഴിയൊക്കെ രേഖപ്പെടുത്തി വരുമ്പോൾ അതൊരു വലിയ പ്രക്രിയയായി തന്നെ നടക്കുമെന്നുള്ള കാര്യം ഉറപ്പാണ്. നിലവിൽ AIG പറഞ്ഞത് 2 കാര്യങ്ങളെക്കുറിച്ചാണ്. ഒന്ന്, MSC എൽസ അപകടത്തെക്കുറിച്ചാണ്. അതിലാണ് കപ്പൽ ജീവനക്കാരുടെ മൊഴിയെടുക്കൽ നിലവിൽ ആരംഭിച്ചിരിക്കുന്നത്. ആ മൊഴിയെടുക്കാൻ കൂടുതൽ സമയം വേണ്ടിവരുമെന്നുള്ളതും പറഞ്ഞിട്ടുണ്ട്. ഇതിൽ ഈ രണ്ടാമത്തെ കാര്യം വാൻഹായ് അപകടവുമായി ബന്ധപ്പെട്ടാണ്. ഈ അപകടത്തിൽ ജീവനക്കാരുടെ പൊള്ളലേറ്റ ജീവനക്കാരുടെ ഉൾപ്പെടെ മൊഴി രേഖപ്പെടുത്തുന്നതിനാണ് ഒരു പ്രത്യേക സംഘം ഉദ്യോഗസ്ഥർ മംഗലാപുരത്തെ ആശുപത്രിയിലേക്ക് പോയിരുന്നത്. അവിടെയും മൊഴിയെടുക്കൽ ആരംഭിച്ചിട്ടുണ്ട്. നിരവധി പേരുടെ മൊഴികൾ രേഖപ്പെടുത്താനുണ്ട് എന്നുള്ളതാണ് പറയുന്നത്. MSC എൽസ അപകടവുമായി ബന്ധപ്പെട്ട് കരയിലെത്തിയ ജീവനക്കാരോട് കൊച്ചിയിൽ തുടരാൻ ആവശ്യപ്പെട്ടിരിക്കുകയാണ്. ആ ജീവനക്കാരിൽ പലരും ഇവിടെ കൊച്ചിയിലുണ്ട്. അവരുടെ മൊഴി ഉൾപ്പെടെ എടുക്കുന്നുണ്ട്. ക്യാപ്റ്റൻ്റെ മൊഴി ഉൾപ്പെടെ എടുത്തു തുടങ്ങിയിട്ടുണ്ട് എന്നുള്ളതാണ് AIG പറഞ്ഞിരിക്കുന്നത്. നിലവിൽ ഈ കേസിൽ ഇന്നലെ രജിസ്റ്റർ ചെയ്ത FIR-ൽ ചുമത്തിയിരിക്കുന്ന വകുപ്പുകളെല്ലാം തന്നെ നിയമപ്രകാരം ചുമത്താവുന്ന വകുപ്പുകളാണ്. അതിൽ കൂടുതൽ വകുപ്പുകൾ ചുമത്താൻ സാധിക്കുമോ എന്നുള്ളത് മൊഴികളെയും മറ്റ് സാഹചര്യങ്ങളെയും ആശ്രയിച്ചിരിക്കും. അത് പരിശോധിക്കും എന്നുള്ള ഒരു കാര്യം കൂടി AIG പറഞ്ഞിട്ടുണ്ട്. നിലവിൽ ജീവനക്കാർക്കുൾപ്പെടെ യാത്രാവിലക്ക് ഏർപ്പെടുത്തുന്ന കാര്യത്തിൽ ഒരു തീരുമാനം ആയിട്ടില്ല. അതിൻ്റെ ആവശ്യമുണ്ട് എന്ന് തോന്നുന്നില്ല എന്നും AIG വ്യക്തമാക്കിയിട്ടുണ്ട്. ഏതായാലും 2 കേസും, രണ്ടാമത്തെ കേസിലും FIR രജിസ്റ്റർ ചെയ്യേണ്ട ഒരു സാഹചര്യം ഉണ്ടായാൽ അതും ഫോർട്ട് കൊച്ചി പോലീസ് സ്റ്റേഷനിൽ തന്നെ ആയിരിക്കും ആ FIR-ഉം രജിസ്റ്റർ ചെയ്യുക എന്നുള്ള ഒരു വിവരം കൂടിയാണ് AIG പങ്കുവച്ചിരിക്കുന്നത്. അനുജ, MSC എൽസ 3 കപ്പൽ അപകടത്തിലാണ് ജീവനക്കാരുടെ മൊഴിയെടുക്കൽ ആരംഭിച്ചിരിക്കുന്നത്. ഈ അപകടത്തിൽ കപ്പൽ ജീവനക്കാരും പ്രതികളാണ് എന്നുള്ളത് കൊണ്ടാണ് വിശദമായി തന്നെ അവരുടെ മൊഴി രേഖപ്പെടുത്തുന്നത്.